എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ പി എസ് എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യണം. ഈ ഒരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു മേഖലയാണ് റെയിൽവേ മേഖല എന്ന് പറയുന്നത്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നമ്മൾ കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ കേൾക്കുകയുണ്ടായിരുന്നു. നമ്മളെ ഈ പറയുന്ന റെയിൽവേ നടത്തുന്ന ഗ്രൂപ്പ് ഡി, NTPC തുടങ്ങിയ പരീക്ഷകളൊക്കെ തന്നെ ആനുവലി ആയിട്ട്, അതായത് ഓരോ വർഷവുമായിട്ട് ഇനി നടത്താൻ പോകാവുന്ന ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അതിനിടയിൽ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിനുശേഷം ഇപ്പോൾ റെയിൽവേയുടെ വെബ്സൈറ്റിലൂടെ ആനുവൽ കലണ്ടർ ഓഫ് RRB റിക്രൂട്ട്മെന്റ്സ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ ഒരു വർഷം റെയിൽവേ നടത്തുന്ന പരീക്ഷകൾ, ഏറ്റവും കൂടുതൽ വാക്കൻസി നൽകുന്ന പരീക്ഷകളെല്ലാം തന്നെ ഇവിടെ ഈ ഒരു ആനുവൽ കലണ്ടറിൽ പറയുന്നുണ്ട്. അതിൽ ഓൾറെഡി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്ന ALP ജനുവരി മാർച്ച് മാസങ്ങളിലായിട്ടാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം നടക്കുന്നത്. പിന്നെ ഏപ്രിൽ ജൂൺ മാസത്തിലായിട്ട് റെയിൽവേയിലേക്കുള്ള ടെക്നീഷ്യൻസിൻ്റെ എക്സാം നടക്കുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ജോബ് നൽകുന്ന ഒന്നാണ് NTPC, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ്, നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ അതുപോലുള്ള പോസ്റ്റിലേക്കുള്ള പരീക്ഷ. അത് ഗ്രാജുവേറ്റ് ലെവലിൻ്റെ എക്സാം ലെവൽ 4, 5, 6 ആണ്. അതേപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ എക്സാം ഉണ്ട്, ലെവൽ 2 and 3. അപ്പോൾ ഇത് നടക്കുന്നത് ജൂലൈ സെപ്റ്റംബർ മാസത്തിലാണ്. ജൂനിയർ എഞ്ചിനീയർ, പാരാമെഡിക്കൽ കാറ്റഗറീസ്, ഈ രണ്ട് എക്സാംസും ഈ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് നടക്കാനായിട്ട് ഈ ഒരു കലണ്ടറിൽ പറയുന്നത്. പിന്നെ ഉള്ളത് ഒക്ടോബർ ഡിസംബർ മാസത്തിലാണ് ലെവൽ 1 എക്സാം. അതേപോലെ തന്നെ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ്. അപ്പോൾ റെയിൽവേയിലെ ലെവൽ 1ലേക്കുള്ള ഗ്രൂപ്പ് ടി അതുപോലുള്ള എക്സാംസ് ഒക്ടോബർ ഡിസംബർ മാസത്തിലും, മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസിലേക്കുള്ള എക്സാം ഒക്ടോബർ ഡിസംബർ മാസത്തിലൂടെയാണ് നടക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 2/2/2024 പുറത്തു വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്, ഒരു നോട്ടീസാണ്. നമ്മുടെ ഈ പറയുന്ന റെയിൽവേയുടെ ആനുവൽ കലണ്ടറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ധാരാളം തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു മേഖലയാണ് റെയിൽവേ. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസിൻ്റെ കലണ്ടറും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനുവേണ്ടി നല്ല രീതിയിൽ പഠിക്കുക എന്നതാണ് നമ്മുടെ അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കേരള PSC പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ GK പോലുള്ള ഭാഗങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ഈ പറയുന്ന റെയിൽവേക്കും ഏകദേശം ഒരേപോലെയാണ് വരുന്നത്. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ പഠിക്കണം. പിന്നെ മാത്സ്, ആ ഭാഗങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് റെയിൽവേ എക്സാമുമായി ബന്ധപ്പെട്ട് അവർ പുറത്തിറക്കിയിരിക്കുന്ന ആനുവൽ കലണ്ടറാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ അവർ പഠിക്കാനായിട്ട് ആരംഭിക്കുക. കൃത്യമായിട്ട് റെയിൽവേ എന്നാണ് പരീക്ഷ നടക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്താനുണ്ടായിരുന്നത്. ഗുണപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിലൂടെ വീഡിയോയിലൂടെ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.